ഹേ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ ഫസ്റ്റ് ടൈമായിട്ട് കളിച്ച് നോക്കിയാണ്. ഓൾറെഡി അതിന് മുമ്പേ ഒരു ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അത് ചെറിയൊരു ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ വീഡിയോ ഞാൻ കൂടുതൽ കാര്യമായിട്ടൊന്നും നോക്കിയിട്ടില്ലായിരുന്നു. ബട്ട് നിങ്ങളിപ്പോൾ വിചാരിക്കും ഈ ഒരു കാർ ഉണ്ടല്ലോ ഫസ്റ്റ് ടൈമാണ് കളിക്കുന്നതെന്ന് പറഞ്ഞിട്ടെന്ന്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് കാറൊക്കെ പർച്ചേസ് ചെയ്യുന്ന എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് എഡിറ്റ് ചെയ്യാനായിട്ട് വീഡിയോ എഡിറ്ററിൽ ഇട്ടിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട്, നല്ല മഴയൊക്കെ ആയതുകൊണ്ട് വോയിസ് ഓവറൊന്നും ചെയ്യാൻ പറ്റാതെ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇന്ന് എടുത്ത് നോക്കുന്ന ടൈമിൽ ആ ഒരു വീഡിയോയിൽ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു വീഡിയോ ഞാൻ എങ്ങനെയോ അറിയാതെ ഗാലറിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു വീഡിയോ എടുത്തതാണ് ഈ കാണുന്നത്. എന്തായാലും ഞാനൊരു കാർ എടുത്തിട്ടുണ്ട്. 25K ആണ് നമുക്ക് ആദ്യമേ കൈ കിട്ടുക. അത് വെച്ചിട്ട് ഞാനൊരു 13ൻ്റെ ഒരു കാർ എടുത്തു. എന്ന് വെച്ചാൽ കൂടുതൽ പെട്ടെന്ന് നല്ല കാർ വാങ്ങിക്കാനുണ്ട്. 13-15ൻ്റെ ഒരു കാറാണിത്. ഇത് ഞാൻ എടുത്ത് അതിനുശേഷം ഞാൻ ജസ്റ്റ് നോക്കി. മോഡൊന്നും ചെയ്യാനായിട്ടൊന്നും എനിക്ക് അത്രയ്ക്കൊന്നും അറിഞ്ഞുകൂടാ. കാരണം ഞാൻ ഈ ഒരു ഗെയിം ഫസ്റ്റ് ടൈമാണ്, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടെ വേണം എല്ലാം പറഞ്ഞു തരാനായിട്ട്. മെയിനായിട്ട് ഞാൻ ഒരു ഗെയിം എടുത്ത് നോക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിത് റൂം ഇട്ടിട്ട് പ്ലെയേഴ്സായിട്ട് കളിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ട് കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയറിൻ്റെ ഒരു ഫാൻ ബേസ് ഉണ്ടെങ്കിൽ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ആർക്കെങ്കിലും ഫാൻ ബേസ് കുറച്ച് പേർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതൊരു റൂമൊക്കെ ഇട്ടിട്ടൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഈ ഒരു ഗെയിം എടുത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ സാമ്പ് കൊണ്ടുപോകണതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഇതും കൂടെ കൊണ്ടുപോയിട്ട് നമുക്ക് കുറച്ചും കൂടെ വ്യൂവർഷിപ്പ് കിട്ടും എന്നുള്ളൊരു മൈൻഡിലാണ് എടുത്തത്. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. അതായത് മെയിൻലി ഈ ഒരു ഗോൾഡ് കോയിൻ, അത് നമുക്കിവിടെ ഞാൻ നോക്കുന്ന ടൈമിൽ നമുക്ക് OC ക്യാഷിനാണ്, റിയൽ ലൈഫ് ക്യാഷിനാണ് വാങ്ങിക്കാൻ പറ്റുക. അപ്പോൾ ഈ ഒരു റിയൽ ലൈഫ് ക്യാഷിനല്ല നമുക്ക് ഈ കോയിൻ കിട്ടുമോ? ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിലൊന്ന് പറയുക കേട്ടോ. കാര്യം ഈ ഒരു ഗെയിമിനെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയണമെന്നുള്ള താല്പര്യമുണ്ട്. കാരണം നിങ്ങളവിടെ ജസ്റ്റ് റൂമൊക്കെ ഇട്ടിട്ട് കുറച്ച് എൻഗേജ് ആയിട്ട് കളിക്കാൻ എനിക്ക് നല്ല രീതിക്ക് തന്നെ താല്പര്യമുണ്ട്. കാരണം എൻ്റെ ഗ്രാഫിക്സ് അത്യാവശ്യം നല്ല ഗ്രാഫിക്സാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഗെയിമിന് നല്ല രീതിക്ക് ഫാൻ ബേസ് ഉണ്ട്. ഓക്കെ, അതെനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. നല്ല രീതിക്ക് മലയാളി ഫാൻ ബേസ് ഈ ഒരു ഗെയിമിനുണ്ട്. മേ ബി ഇതിന് നല്ല രീതിക്ക് മോഡൊക്കെ ചെയ്യാൻ പറ്റും ഈ ഒരു കാർ. ബട്ട് അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. നിങ്ങൾക്കറിയുന്ന എല്ലാം നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കൂടെ എനിക്കൊന്ന് പറഞ്ഞു തരിക. നല്ല രീതിക്ക് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ഈ ഒരു ഗെയിം കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ ഒരു സീരീസ് പോലെയും. അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ട് കണക്ട് ചെയ്ത് ഓൾറെഡി നമുക്കൊരു DC ചാനലുണ്ട്, ഡിസ്കോഡ് ചാനൽ. അതിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഗെയിമിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് നല്ല രീതിക്ക് എന്തെങ്കിലും പറഞ്ഞു തരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഒരു ഗെയിമിൽ നമുക്ക് റൂമിട്ട് കളിക്കണമെന്നൊക്കെ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മുടെ ഡിസ്കോഡ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അത് ജോയിൻ ചെയ്യുക. CNC വെച്ചിട്ട് ഡിസ്കോഡ് ചാനലാണ്. അത് നിങ്ങൾക്ക് VC കൂടെ പറയാം, ചാറ്റിൽ കൂടെ പറയാം. നല്ല രീതിക്കാണ് നമുക്ക് മലയാളികളാണ് അതിലുള്ളത്. പ്ലേയേഴ്സായിട്ട് എൻഗേജ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ അതിനകത്ത് ഈ ഒരു നിങ്ങൾ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ കളിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ആ ഒരു DC കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ട് റൂമിട്ട് കളിക്കാം. അങ്ങനെ കുറേ സൗകര്യങ്ങൾ നമ്മളത് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ജസ്റ്റ് ജോയിൻ ചെയ്യാനായിട്ട് നോക്കുക. ഞാനിപ്പോൾ ആദ്യമേ കളിച്ചതാണ്. അത് ആദ്യമേ ഞാൻ വീഡിയോ എടുത്തപ്പോൾ കളിച്ചൊരു പാർക്കിങ്ങിൻ്റെ മോഡാണ് ഇത്രയും കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു പാർക്കിങ്ങിൻ്റെ മോഡ് നോക്കാം. അപ്പോൾ ആദ്യമേ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പ്യുവറായിട്ട് ഞാൻ ബേസ് ഒരു പ്ലെയർ കളിക്കുന്ന കാര്യം കളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എങ്ങോട്ട് പോകണം ആ ഒരു ഇത്. ഇപ്പോഴും വലിയ ചേഞ്ചൊന്നും വന്നിട്ടില്ല. ഞാൻ വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇടിക്കാതെ എന്തായാലും വണ്ടി നിർത്താറ് പോലും ഇല്ല. നോക്കണ്ട. കാരണം ഞാൻ ജസ്റ്റ് ഇത് കളിച്ച് വരുന്നതേ ഉള്ളൂ. പിന്നെ എനിക്ക് ഈ ഒരു കൺട്രോൾ എന്ന് വെച്ചാൽ നമ്മുടെ സാമിൻ്റെ കൺട്രോളായിട്ട് നല്ല രീതിക്ക് വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ സാമിനെ കൺട്രോൾ ചെയ്യുന്ന കണക്കാണ് ഞാൻ ക്ലിക്ക് ചെയ്യണം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കൺട്രോൾ കിട്ടുന്നില്ല. പിന്നെയാണെങ്കിൽ ക്യാം മാറ്റാൻ എനിക്ക് ഫ്രണ്ട് ക്യാമിലോട്ട് മാറ്റാനായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് പെട്ടെന്ന് വരത്തില്ല. അതുകൊണ്ടും കൂടെയാണ് ചില ടൈമിൽ ഈ വണ്ടി എങ്ങനെയാണ് വളയുമ്പോൾ ജസ്റ്റ് കണ്ടാവും. ഈ ഒരു ഇത് കയറുമ്പോൾ കണ്ടോ വ്യൂ ഫുള്ളായിട്ട് കംപ്ലീറ്റ്ലി പോവുകയാണ്. പിന്നെ ഇനി ക്യാം മാറ്റി നോക്കിയാലേ കറക്റ്റ് കാണാൻ പറ്റുന്നുള്ളൂ. ആ ഒരു പ്രശ്നം എന്താണെന്ന് അറിയത്തില്ല. ഈ ഒരു ലെവലിന് മാത്രമേ ഞാൻ ഈ ഒരു പ്രശ്നം കണ്ടിട്ടുള്ളൂ. പിന്നെയാണെങ്കിൽ എനിക്ക് വണ്ടി ഓടിക്കാനും അറിയില്ല. ഈ ഒരു അത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. മേ ബി എന്തായാലും നമുക്ക് ജസ്റ്റ് നിങ്ങൾ സപ്പോർട്ട് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ബേസ് വീഡിയോ ഇടുന്നു എന്ന് മാത്രം. 1-2 ലെവലൊക്കെ കാണിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ലെവൽ കംപ്ലീറ്റ് ആയി. ഇപ്പോൾ 960 കിട്ടിയാണ്. അപ്പോൾ ഇത് ഞാൻ അടുത്ത ലെവൽ കളിച്ചപ്പോൾ ഒരു 3000 കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെയാണ് ഞാൻ ഈ ഒരു ടാങ്കറിൻ്റെ ഒരു ലെവൽ കണ്ട്. അതും അത്യാവശ്യം കൊള്ളായിരുന്നു. 3000 കിട്ടി. കുഴപ്പമില്ല. ആ ടാങ്കറിൻ്റെ ലെവൽ ഭയങ്കര ഈസി ആയിട്ടുണ്ടായിരുന്ന ലെവലാണ്. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള ഏതെങ്കിലും ഒരു മോഡ് കൂടെ നോക്കാം. പിന്നെ വരുന്ന റേസിംഗ് മോഡ്, സിംഗിൾ പ്ലെയർ, മൾട്ടിപ്ലെയർ. എനിക്ക് തോന്നുന്നു സിംഗിൾ പ്ലെയറൊക്കെ ഓപ്പൺ വേൾഡ് ആണ്. അതുപോലെ തന്നെ മൾട്ടിപ്ലെയർ ആകുമ്പോൾ നമുക്ക് ആ ഓപ്പൺ വേൾഡിൽ പ്ലെയേഴ്സ് ഉണ്ടാവും. പിന്നെ റൂമൊക്കെ ഇട്ട് കളിക്കുന്ന മൾട്ടിപ്ലെയറിലാണെന്ന് തോന്നുന്നു. ഞാൻ ജസ്റ്റ് റേസിംഗ് ഒന്ന് എടുത്തു. റേസിംഗ് കുറേ ടയേഴ്സ് കിടക്കുന്നുണ്ട്. ഞാൻ ആദ്യത്തെ എടുത്തിട്ടുണ്ട്. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് കളിക്കുന്നത്. എന്തായാലും ജയിക്കാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്.
ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ റേസിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഈ റേസിംഗ് ഫുള്ളാക്കാൻ പോകുന്നില്ല. കാരണം എന്തായാലും നമ്മൾ ലാസ്റ്റ് ആയിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് നോക്കുന്നു. ജസ്റ്റ് കൺട്രോളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതിനെയൊക്കെ കുറിച്ചിട്ട് കുറച്ചും കൂടെ പറഞ്ഞു തരാൻ പറ്റുന്നവരാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ നമ്മൾ ഈ ഒരു സീരീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാമിൻ്റെ സീരീസ് നിർത്തത്തൊന്നുമില്ല. എന്തായാലും നമ്മുടെ സാമിൻ്റെ വീഡിയോസ് വന്നുകൊണ്ട് തന്നെ ഇരിക്കും. അതൊരിക്കലും നമ്മൾ നിർത്തി ഇതിലേക്ക് ഫുള്ളായിട്ട് വരത്തില്ല. നമ്മൾ മിക്സഡായിട്ട് ചെയ്യാനാണ് തീരുമാനിച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇതും കൂടെ തുടങ്ങിയിട്ട് നമ്മളിനിയിപ്പോൾ ഓൾറെഡി വീഡിയോ ഡിലേയിലാണ് ഇടുന്നത്. അതുകൊണ്ട് സാമിൻ്റെ വീഡിയോ ഡിലേ ആവുമെന്ന് പറഞ്ഞിട്ട് ആരും ഈ ഒരു ഗെയിം കളിക്കുന്നത് സപ്പോർട്ട് ചെയ്യാതെ ഇരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല കാര്യം. അപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെയും കൂടെ വീഡിയോസ് നമ്മൾ ഇട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഇടയ്ക്കിടയ്ക്ക് ഒരു 3-4 ഡേ ഒക്കെ ചിലപ്പോൾ ഗ്യാപ്പ് വരുന്നില്ല. ആ ഗ്യാപ്പിലായിരിക്കും നമ്മൾ ഈ വീഡിയോ ഇടുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് വീഡിയോസ് വരുന്നതായിരിക്കും. അല്ലാതെ നമ്മൾ ഒരിക്കലും സാമിൻ്റെ വീഡിയോസ് ഡിലേ ആക്കത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വിചാരിച്ച ആരും നമുക്ക് ഈ ഒരു ഗെയിമിനെ കണ്ടിന്യൂ ചെയ്യുന്നതിനോട് ആരും സപ്പോർട്ട് ചെയ്യാതിരിക്കേണ്ട. കാരണം എനിക്കറിയാം നമ്മുടെ ഈ ഒരു സബ്സ്ക്രൈബേഴ്സിൽ ഒരു 20% പേരെങ്കിലും കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ കളിക്കുന്നവരാണെന്ന് എനിക്കറിയാം. ഓക്കെ. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് തന്നെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ കമൻറ്റും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുന്നു. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്കും കൂടി ചെയ്തേക്കുക. പിന്നെ കമൻറ്റ് ബോക്സിൽ കൂടെ ഈ ഗെയിമിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് അറിയിക്കുകയും കൂടി ചെയ്തേക്കുക.